എമ്മാവുസിലേക്കുള്ള യാത്രയിൽ മോശയുടെ നിയമവും പഴയ നിയമ പ്രവചനങ്ങളും വ്യാഖ്യാനിച്ചുകൊണ്ട് അത് മുഴുവനും തന്നെക്കുറിച്ചാണ് പറയുന്നതെന്ന് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. മോശയുടെ നിയമം, പ്രവാചക ഗ്രന്ഥങ്ങൾ, ഇത് മുഴുവനും ഈശോയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 134 ഖണ്ഡികയിൽ തിരുസഭ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും ഒരൊറ്റ പുസ്തകമാണ്. ആ പുസ്തകം യേശു ക്രിസ്തുവാണ്. വിശുദ്ധ ഗ്രന്ഥം മുഴുവനും സംസാരിക്കുന്നത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. കൊളോസ്സോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ 2-ാം അധ്യായം 16-ാം വചനത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. യഹൂദരുടെ ഉത്സവങ്ങൾ, അവരുടെ അമാവാസികൾ, അവരുടെ ആഘോഷങ്ങൾ, അതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ നിഴലുകളാണ്, വരുവാനിരുന്നവൻ്റെ പ്രതിരൂപമാണ്. വീണ്ടും റോമാക്കാർക്ക് ലേഖനം 5-ാം അധ്യായം 14-ാം വചനത്തിൽ പൂർവ്വപിതാവായ ആദത്തെ വരുവാനിരുന്ന ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി പൗലോസ് ശ്ലീഹ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഹെബ്രായർക്ക് ലേഖനം 10-ാം അധ്യായം 1-ാം വചനത്തിൽ ഹെബ്രായ ലേഖനകർത്താവ് പഴയ നിയമത്തെ വരുവാനിരുന്ന നന്മകളുടെ പ്രതിരൂപമായി, നിഴലായി വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ വരുവാനിരുന്ന നന്മ, ആ വെളിപ്പെടാനിരുന്ന നന്മ, അത് യേശു ക്രിസ്തുവാണ്. അനേക സഭാപിതാക്കന്മാർ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും അത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നതെന്ന് പഠിപ്പിക്കുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ അഗസ്തീനോസ് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്നു, പഴയ നിയമം പുതിയ നിയമത്തിൽ വെളിപ്പെടുന്നു. ക്രിസ്തു എന്ന കേന്ദ്രത്തെ അടിസ്ഥാനമാക്കിയല്ലാതെ പഴയ നിയമം വായിച്ചാൽ അതിലെ സംഭവങ്ങൾ, അതിലെ വചനങ്ങൾ ഇത് മനസ്സിലാക്കുക എളുപ്പമല്ല. പഴയ നിയമത്തിലെ എല്ലാ സംഭവങ്ങൾ, ആരെല്ലാം പഴയ നിയമത്തിൽ കടന്നു വരുന്നുണ്ടോ, കഥാപാത്രങ്ങൾ, അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ക്രിസ്തുവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇതെല്ലാം ക്രിസ്തുവിൽ പൂർത്തിയാകാനിരുന്ന രക്ഷാകര സംഭവങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വെർബും ഡൊമിനി എന്ന സൈഹിക പ്രബോധനത്തിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്: തിരുവചനത്തിൻ്റെ കാതൽ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ പുസ്തകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം. അത് മുഴുവനും ക്രിസ്തു എന്ന കേന്ദ്രത്തിൽ ഒന്നിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമം മുഴുവനും അത് ക്രിസ്തുവിനാൽ നിറയപ്പെട്ടിരിക്കുന്നു. അവിടെ വരുന്ന കഥാപാത്രങ്ങൾ, വ്യക്തികൾ, അവിടെ നടക്കുന്ന സംഭവങ്ങൾ, അതെല്ലാം ക്രിസ്തുവിൻ്റെ നിഴലുകളാണ്, ക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളാണ്. ഈ എപ്പിസോഡുകളിൽ നമ്മൾ ചെയ്യുക പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നിഴലുകളെ മനസ്സിലാക്കുവാനും അതിൻ്റെ പൊരുളുകളെ മനസ്സിലാക്കാനും ശ്രമിക്കുകയാണ് ഈ എപ്പിസോഡുകളിൽ. ഇന്ന് ആദ്യമായി നമ്മൾ കണ്ടുമുട്ടുന്ന ക്രിസ്തുവിൻ്റെ നിഴൽ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ ആദ്യ മനുഷ്യരുടെ പാപത്തിൻ്റെ ഫലമായുണ്ടായ നഗ്നതയെ മറയ്ക്കാൻ വേണ്ടി ബലിയായി മാറിയ ഒരു മൃഗമാണ്. മനുഷ്യൻ പാപം ചെയ്തു, ആദം ഹവ്വയും പാപം ചെയ്തു. പാപം മൂലം അവർക്ക് മനസ്സിലായി ഒരു നഗ്നനാണെന്ന് മനസ്സിലായി. അവർ അത്തിയിലകൾ കൂട്ടിത്തുന്നി അരക്കച്ചി ഉണ്ടാക്കി ആ നഗ്നതയെ മറയ്ക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. പക്ഷെ എന്നിട്ടും ദൈവം അവരെ വിളിക്കുമ്പോൾ അവർക്ക് കുറ്റിക്കാടിനുള്ളിൽ ഒളിച്ചിരിക്കേണ്ടി വന്നു. കാരണം അത്തിയിലകൾക്ക് അവിടെ പാപത്തിൻ്റെ ആ പാപബോധത്തെ മറച്ചു പിടിക്കുക അത് അസാധ്യമാണ്. ഈ അത്തിയിലകൾ മനുഷ്യൻ്റെ ന്യായീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യൻ എന്തുമാത്രം ന്യായീകരിച്ചാലും അവളുടെ പാപത്തെ മറച്ചു പിടിക്കുക, ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കുക അത് അസാധ്യമാണ്. കർത്താവ് അവരുടെ മേൽ ശിക്ഷാവചനങ്ങൾ ഉച്ചരിച്ച് അവരെ ഏത് തോട്ടത്തിൽ നിന്ന് ആട്ടി പുറത്താക്കുന്നുണ്ട്. പുറത്താക്കുന്നതിനേക്കാളും കർത്താവ് ചെയ്യുന്ന കാര്യം 3-ാം അധ്യായം 21-ാം തിരുവചനം, അവിടെ നിന്ന് ഒരു തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തിനെ ഹവ്വയെ ധരിപ്പിക്കുന്നുണ്ട്. ഒരു തോല് അവിടെ ലഭിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി ഒരു മൃഗം അവിടെ കൊല ചെയ്യപ്പെടണം. മനുഷ്യൻ്റെ പാപത്തിന് ഫലമായ നഗ്നതയെ മറയ്ക്കാൻ വേണ്ടി ഒരു മൃഗം അവിടെ പരിഹാര ബലിയായിട്ട് മാറി. അന്ന് കൊല്ലപ്പെട്ട ആ മൃഗം, ഏദനിൽ കൊല്ലപ്പെട്ട ആ മൃഗം, മനുഷ്യൻ്റെ പാപത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി കൊല്ലപ്പെട്ട ആ മൃഗം, അത് ഈശോയുടെ നിഴലാണ്. കർത്താവിൻ്റെ പരിഹാര ബലിക്ക് മാത്രമേ മനുഷ്യനെ പാപത്തിന് ശുദ്ധീകരിക്കുവാൻ, അവൻ്റെ പാപത്തിൻ്റെ ശുദ്ധീകരണം കഴിഞ്ഞ് അവനെ നീതീകരിക്കുവാൻ അത് ക്രിസ്തുവിൻ്റെ പരിഹാര ബലിക്ക് മാത്രമേ സാധ്യതയുള്ളൂ. എത്രമാത്രം അത്തിരകൾ കൂട്ടിത്തുന്നിയാലും, എത്രമാത്രം ന്യായീകരണങ്ങൾ നമ്മൾ ചെയ്താലും നമ്മുടെ പാപം ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് മറഞ്ഞിരിക്കുക, അത് വെളിപ്പെടും. ആ പാപങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നത്, അത് ശുദ്ധീകരിക്കപ്പെടുന്നത്, നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുന്നത് അത് ക്രിസ്തുവിൻ്റെ പാപ പരിഹാര ബലി കൊണ്ട് മാത്രമാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന, കാൽവരിയിൽ സംഭവിക്കാൻ പോകുന്ന ആ ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ പാപപരിഹാര ബലിയുടെ നിഴലാണ്
അന്ന് ഏദനിൽ കൊല്ലപ്പെട്ട ആ മൃഗം അതൊരു കുഞ്ഞാടാണെന്നൊക്കെ വചനത്തിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട്. അത് ക്രിസ്തുവിൻ്റെ നിഴലാണ്. ആ കൊല്ലപ്പെട്ട മൃഗം അതിൻ്റെ പൊരുൾ അത് ക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയാണ്. ഏദനിൽ വെച്ച് തന്നെ മനുഷ്യൻ ആദ്യ പാപത്തിന് ശേഷം തന്നെ ക്രിസ്തുവിൻ്റെ പരിഹാര ബലിയിലേക്ക് പിതാവായ ദൈവം വിരൽ ചൂണ്ടുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്രീ 1 ലേഖനം 2 അധ്യായം 2 വചനത്തിൽ യോഹന്നാൻ അപ്പോസ്തലനിലൂടെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വെളിപ്പെടുത്തിയത്, അവൻ നമ്മുടെ പാപത്തിന് പരിഹാര ബലിയാണ്.